നമസ്കാരം സുഹൃത്തുക്കളെ, രാവിലെ എഴുന്നേറ്റതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ സമയത്ത് നിങ്ങൾ എന്താണോ ചിന്തിക്കുന്നത്, എന്താണോ ചെയ്യുന്നത്, അതിനനുസരിച്ചാകും നിങ്ങളുടെ ആ ദിവസം മുഴുവൻ കടന്നുപോകുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഗൗതമ ബുദ്ധന്റെ ചിന്തകൾക്കൊപ്പം രാവിലെ ചെയ്യേണ്ട ലളിതമായ 5 ശീലങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ ശീലങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ പകർത്തുകയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങൾ ആരോഗ്യവാനായിരിക്കും. നിങ്ങൾക്കെപ്പോഴും ഊർജ്ജം അനുഭവപ്പെടും. നിങ്ങളുടെ തലച്ചോറ് വളരെ വേഗത്തിൽ പ്രവർത്തിക്കും. കൂടുതൽ കാലം ചെറുപ്പമായിരിക്കാനും ചെയ്യുന്ന ഏത് ജോലിയും കൂടുതൽ നന്നായി ചെയ്യാനും നിങ്ങൾക്ക് സാധിക്കും. രാവിലത്തെ ഈ 5 ശീലങ്ങൾ പിന്തുടരുന്നതിലൂടെ പലതരം രോഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ശരീരത്തെ വളരെ എളുപ്പത്തിൽ സംരക്ഷിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് ഈ ശീലങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ഗൗതമ ബുദ്ധന്റെ അഭിപ്രായത്തിൽ നമ്മൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പോസിറ്റീവായ രീതിയിൽ വേണം ദിവസം തുടങ്ങാൻ. രാവിലെ സമയം നമ്മുടെ സ്വപ്നങ്ങൾ നേടിയെടുക്കുന്നതിനുള്ള ശുഭസമയമാണ്. രാവിലത്തെ ശീലങ്ങൾ നമ്മുടെ പോസിറ്റീവായ ഉത്സാഹത്തിനും ആരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ടതാണ്. സുഹൃത്തുക്കളെ, ഒരു പടയാളി യുദ്ധത്തിന് പോകുന്നതിന് മുൻപ് തന്റെ വാളിന്റെ മൂർച്ച കൂട്ടുന്നതുപോലെ ദിവസത്തിന്റെ തുടക്കത്തിൽ തന്നെ നമ്മുടെ ഉള്ളിലെ ഊർജ്ജത്തിന് മൂർച്ച കൂട്ടിയാൽ ദിവസം മുഴുവൻ നീണ്ടുനിൽക്കുന്ന പോരാട്ടം വളരെ എളുപ്പമായിത്തീരും. അതുകൊണ്ട് പ്രഭാതത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി നമ്മളെ ആരോഗ്യമുള്ളവരും രോഗവിമുക്തരുമാക്കുന്ന രാവിലെ എഴുന്നേറ്റ ഉടൻ ചെയ്യേണ്ട ആ 5 ലളിതമായ ശീലങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഒന്നാമത്തേത്, അംഗമറിയുക. സ്ട്രെച്ചിംഗ് അങ്ദൈ. രാവിലെ എഴുന്നേറ്റ ഉടൻ അംഗമറിയുന്നത് സ്ട്രെച്ചിംഗ് ആരോഗ്യകരവും രോഗരഹിതവുമായ ജീവിതത്തിന്റെ പ്രധാന ഭാഗമാണ്. രാത്രി മുഴുവൻ ഉറങ്ങിയ ശേഷം രാവിലെ എഴുന്നേൽക്കുമ്പോൾ ശരീരമൊന്ന് സ്ട്രെച്ച് ചെയ്യാൻ, അംഗമറിയാൻ നമുക്ക് സ്വാഭാവികമായി തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ശരീരത്തിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കാനുള്ള പ്രകൃതിദത്തമായ മാർഗമാണിത്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് മടിയുണ്ടാകും, കണ്ണുകൾ തുറക്കാൻ പ്രയാസമായിരിക്കും. എന്നാൽ സയൻസ് പറയുന്നത് നമ്മളിങ്ങനെ അംഗമറിയുമ്പോൾ തലച്ചോറിലേക്ക് ഇനി ഉണരാനുള്ള സമയമായി എന്ന സന്ദേശം എത്തുന്നു എന്നാണ്. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കാൻ പ്രയാസമുള്ളവർ എഴുന്നേറ്റ ഉടൻ തന്നെ ഒന്ന് സ്ട്രെച്ച് ചെയ്തു തുടങ്ങുക. എഴുന്നേൽക്കാൻ എളുപ്പമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇക്കാലത്ത് കുറഞ്ഞ പ്രായത്തിൽ തന്നെ എത്രയോ ആളുകൾക്കാണ് ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ജിമ്മിൽ വെച്ച് പോലും പലർക്കും ഹൃദയാഘാതം സംഭവിക്കുന്നു. നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഹൃദയത്തിന് അമിതമായ സമ്മർദ്ദമുണ്ടാകുന്നതാണ് ഇതിന് കാരണം. അതുകൊണ്ടാണ് അംഗമറിയുന്നത് അത്യാവശ്യമാണെന്ന് പറയുന്നത്. നിങ്ങളുടെ ശരീരം രാത്രി മുഴുവൻ കിടക്കുകയായിരുന്നു. രക്തം പമ്പ് ചെയ്യുന്നത് സാവധാനത്തിലായിരിക്കും. ഇപ്പോൾ പെട്ടെന്ന് ചാടി എഴുന്നേറ്റാൽ ഹൃദയത്തിന് അതൊരു ഷോക്ക് ആഘാതം നൽകും. രാത്രി ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിച്ച പല കേസുകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകാം. അതുകൊണ്ട് ശാസ്ത്രം വിശ്വസിക്കുന്നത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ അംഗമറിയുന്നവർക്ക് ഹൃദയാഘാതം വരാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ്. കിടക്കയിൽ കിടന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്ട്രെച്ച് ചെയ്യാം. ഇതിന് പല ഗുണങ്ങളുണ്ട്. അംഗമറിയുന്നത് ശാരീരികവും മാനസികവുമായ ഊർജ്ജനില വർദ്ധിപ്പിക്കുന്നു. ദിവസം മുഴുവൻ ചെയ്യേണ്ട കാര്യങ്ങൾക്കായി ഇത് നിങ്ങളെ തയ്യാറാക്കുകയും ഉത്സാഹം നൽകുകയും ചെയ്യുന്നു. അംഗമറിയുന്നത് തലച്ചോറിന് ഉന്മേഷം നൽകുകയും ഏകാഗ്രത ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ ദിവസത്തിന്റെ തുടക്കം കൂടുതൽ പോസിറ്റീവായും തീരുമാനാത്മകമായും മാറ്റാൻ ഇത് സഹായിക്കുന്നു. രാവിലെ അംഗമറിയുന്നത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിനും ഗുണകരമാണ്. ഇത് ഹൃദയമിടിപ്പ് സാധാരണ നിലയിലാക്കാൻ സഹായിക്കുകയും ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു. രാവിലെ സ്ട്രെച്ച് ചെയ്യുന്നത് ശാരീരികവും മാനസികവുമായ സമ്മർദ്ദം, സ്ട്രെസ് കുറയ്ക്കുന്നു. ഇത് സമ്മർദ്ദത്തെ നേരിടാനുള്ള കഴിവ് നൽകുകയും നിങ്ങൾക്ക് കൂടുതൽ സമാധാനവും സന്തുലിതാവസ്ഥയും അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതുകൊണ്ട് രാവിലെ അംഗമറിയുന്നത് ആരോഗ്യകരമായ ജീവിതത്തിന് പ്രധാനമാണ്. ഇത് നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തണം. രണ്ടാമത്തത്, വെള്ളം കുടിക്കുക. രാവിലത്തെ ശീലങ്ങളിൽ വെള്ളം കുടിക്കുന്നത് നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്താൻ സഹായിക്കുന്ന ഒരു പ്രധാന ഘട്ടമാണ്. രാവിലെ വെള്ളം കുടിക്കുന്നത് ശരീരത്തിന് ആവശ്യമായ അളവിൽ വെള്ളം ലഭ്യമാക്കുന്നു. ഇത് നിങ്ങളുടെ ശരീരത്തിലെ ഊർജ്ജനില നിലനിർത്താൻ സഹായിക്കുന്നു. ഇത് നിങ്ങളുടെ തലച്ചോറിനെ ഉത്തേജിപ്പിക്കുകയും പോസിറ്റീവ് എനർജി നൽകുകയും ചെയ്യുന്നു. രാവിലെ വെള്ളം കുടിക്കുന്നതിലൂടെ ശരീരത്തിനുള്ളിലെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുന്നു. ഇത് അണുബാധകളിൽ നിന്ന് നിങ്ങളെ സംരക്ഷിക്കുകയും നിങ്ങളുടെ രോഗപ്രതിരോധ ശേഷിക്ക് കരുത്ത് നൽകുകയും ചെയ്യുന്നു. വെള്ളം കുടിക്കുന്നത് ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ വയർ വൃത്തിയായും ആരോഗ്യത്തോടെയും ഇരിക്കാൻ സഹായിക്കുന്നു. അതുവഴി നിങ്ങൾക്ക് ഭക്ഷണം നന്നായി ദഹിപ്പിക്കാൻ കഴിയും. രാവിലെ വെള്ളം കുടിക്കുന്നത് നിങ്ങളുടെ ചർമ്മത്തിനും ഗുണകരമാണ്. ഇത് ചർമ്മത്തിന് ജലാംശം നൽകുകയും ആരോഗ്യവും തിളക്കവുമുള്ളതാക്കി നിലനിർത്തുകയും ചെയ്യുന്നു. വെള്ളം കുടിക്കുന്നതിലൂടെ നിങ്ങളുടെ ഊർജ്ജനില സ്ഥിരമായി നിൽക്കുന്നു. ദിവസം മുഴുവൻ ജോലി ചെയ്യാൻ ഇത് നിങ്ങളെ സഹായിക്കുകയും കൂടുതൽ ആക്റ്റീവായി നിലനിർത്തുകയും ചെയ്യുന്നു. പലപ്പോഴും രാവിലെ വെള്ളം കുടിക്കുന്നത് മാനസികാവസ്ഥയിലും മാറ്റം വരുത്തുന്നു. ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാൻ ഇത് സഹായിക്കുന്നു. അതുവഴി നിങ്ങൾ സന്തോഷവാനും ഉത്സാഹവാനുമായിരിക്കും. ഈ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് രാവിലെ വെള്ളം കുടിക്കുന്നത് ആരോഗ്യകരമായ ജീവിതശൈലിയുടെ ഒരു പ്രധാന ഭാഗമായി മാറുന്നു.
ഇത് ലളിതമായ രീതിയിൽ നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചപ്പെടുത്തുകയും മികച്ചൊരു ജീവിതത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മൂന്നാമത്തത്, നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം തളിക്കുക. നിങ്ങളുടെ കണ്ണുകളിൽ വെള്ളം തളിക്കുന്നത് നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്താൻ സഹായിക്കുന്ന വളരെ ലളിതവും ഉപയോഗപ്രദവുമായ ഒരു പ്രഭാതശീലമാണ്. കണ്ണുകളിൽ വെള്ളം തളിക്കുന്നത് നിങ്ങളുടെ കണ്ണുകളെ വൃത്തിയാക്കുന്നു. ഇത് കണ്ണുകളിൽ അടിഞ്ഞുകൂടിയ പൊടി, വൈറസ്, ബാക്ടീരിയ എന്നിവയെ നീക്കം ചെയ്യുകയും കണ്ണുകളെ ആരോഗ്യത്തോടെ ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. കണ്ണുകളിൽ വെള്ളം തളിക്കുന്നത് കണ്ണുകളെ സംരക്ഷിക്കുന്നു. ഇത് കണ്ണുകൾക്ക് തിളക്കവും മിനുസവും നിലനിർത്താൻ സഹായിക്കുന്നു. അതുവഴി നിങ്ങളുടെ കാഴ്ചശക്തി ശക്തമായിരിക്കും. കണ്ണുകളിൽ വെള്ളം തളിക്കുന്നത് നിങ്ങൾക്ക് സമ്മർദ്ദത്തിൽ നിന്ന് ആശ്വാസം നൽകുന്നു. ഇത് കണ്ണുകൾക്ക് കുളിർമ നൽകുകയും ഏകാഗ്രത ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രാവിലെ കണ്ണുകളിൽ വെള്ളം തളിക്കുന്ന ശീലം നിങ്ങളുടെ ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നു. ഇത് നിങ്ങൾക്ക് കൂടുതൽ ആഴത്തിലുള്ളതും ശാന്തവുമായ ഉറക്കം ലഭിക്കാൻ സഹായിക്കുന്നു. കണ്ണുകളിൽ വെള്ളം തളിക്കുന്നത് കണ്ണിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നു. ഇത് കണ്ണിന്റെ പേശികളെ ബലപ്പെടുത്തുകയും കാഴ്ച മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ ശീലം കൊണ്ട് നിങ്ങളുടെ മുഖം ഫ്രഷായും ഉന്മേഷത്തോടെയും ഇരിക്കും. ഇത് കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകളും കണ്ണിന് താഴെയുള്ള കുഴികളും കുറയ്ക്കുന്നു. ഈ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് കണ്ണുകളുടെ സംരക്ഷണത്തിന് സൗകര്യപ്രദവും ശരിയായതുമായ മാർഗമാണ് കണ്ണുകളിൽ വെള്ളം തളിക്കുന്നത്. ഇത് പ്രഭാതശീലത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. കൂടാതെ സുഖകരവും ആരോഗ്യകരവുമായ ജീവിതശൈലി നിങ്ങൾക്ക് അനുഭവപ്പെടുത്തുന്നു. നാലാമത്തത്, ഓയിൽ പുള്ളിംഗ്. രാവിലത്തെ ശീലങ്ങളിൽ നിങ്ങളെ ആരോഗ്യമുള്ളവരായി നിലനിർത്താൻ സഹായിക്കുന്ന പുരാതനമായ ഒരു ആയുർവേദ വിദ്യയാണ് ഓയിൽ പുള്ളിംഗ്. വായ വൃത്തിയാക്കാനുള്ള വളരെ സ്വാഭാവികമായ ഒരു മാർഗമാണ് ഓയിൽ പുള്ളിംഗ്. ഓയിൽ പുള്ളിങ്ങിൽ വായയിൽ എണ്ണ നിറച്ച് എല്ലാ ഭാഗത്തേക്കും ചലിപ്പിക്കുകയാണ് വേണ്ടത്. നിങ്ങൾ ഓയിൽ പുള്ളിംഗ് ചെയ്യുമ്പോൾ എണ്ണ വായയ്ക്കുള്ളിലും ചുറ്റിലും കറക്കി ബാക്ടീരിയ, വൈറസ്, വിഷാംശങ്ങൾ എന്നിവയെ നീക്കം ചെയ്യുന്നു. 5 മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ ഇത് ചെയ്യാവുന്നതാണ്. ഓയിൽ പുള്ളിംഗ് നിങ്ങളുടെ പല്ലുകളുടെ വൃത്തിയും ആരോഗ്യവും വർദ്ധിപ്പിക്കുന്നു. ഇത് പല്ലിലെ അണുക്കളെ നശിപ്പിക്കുന്നു, മോണരോഗങ്ങളെ തടയുന്നു, വായനാറ്റം കുറയ്ക്കുന്നു. ഓയിൽ പുള്ളിംഗ് ശ്വാസനാളത്തെയും വൃത്തിയാക്കുന്നു. അതുവഴി ശ്വസിക്കാൻ എളുപ്പമാവുകയും ശ്വാസകോശത്തിലെ അഴുക്കുകൾ നീക്കം ചെയ്യുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ വയറിന്റെ ആരോഗ്യവും മെച്ചപ്പെടുത്തുന്നു. ഓയിൽ പുള്ളിംഗ് വയറ്റിലെ എല്ലാ മാലിന്യങ്ങളെയും പുറന്തള്ളുകയും ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. ശരീരത്തിലെ വിഷാംശങ്ങളെ നശിപ്പിക്കാൻ ഓയിൽ പുള്ളിംഗ് സഹായിക്കുന്നു. ഓയിൽ പുള്ളിംഗ് നിങ്ങളുടെ തലച്ചോറിന്റെ ശുചീകരണത്തിനും സഹായിക്കുന്നു. ഇത് തലച്ചോറിന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കുകയും തലച്ചോറിന് ഉന്മേഷവും ഉത്സാഹവും നൽകുകയും ചെയ്യുന്നു. ഈ ഗുണങ്ങളെല്ലാം ഉള്ളതുകൊണ്ട് ഓയിൽ പുള്ളിംഗ് എന്നത് നിങ്ങൾക്ക് രാവിലത്തെ ശീലത്തിൽ ഉൾപ്പെടുത്താവുന്ന പ്രകൃതിദത്തവും ലളിതവുമായ മാർഗമാണ്. ഇത് നിങ്ങളെ ആരോഗ്യകരവും രോഗരഹിതവുമായ ജീവിതശൈലിയിലേക്ക് നയിക്കാൻ സഹായിക്കും. അഞ്ചാമത്തത്, ആദ്യത്തെ ഭക്ഷണം, പ്രഭാതഭക്ഷണം. രാവിലത്തെ ശീലങ്ങളിൽ ആദ്യത്തെ ഭക്ഷണം വളരെ പ്രധാനമാണ്. കാരണം ദിവസത്തിന്റെ തുടക്കത്തിൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് ശരിയായ പോഷണം നൽകുകയും ആരോഗ്യത്തോടെയും രോഗരഹിതമായും ഇരിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു. രാവിലത്തെ ആരോഗ്യകരമായ ആദ്യ ഭക്ഷണം നിങ്ങളുടെ ശരീരത്തിന് പുതിയ ഊർജ്ജം നൽകുന്നു. ഇത് ദിവസം മുഴുവൻ ജോലി ചെയ്യാൻ നിങ്ങളെ സഹായിക്കുന്നു. ഈ ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങൾ നിങ്ങളുടെ ശരീരത്തിലെ വിവിധ അവയവങ്ങളെയും പ്രവർത്തനങ്ങളെയും സന്തുലിതമായി നിലനിർത്തുന്നു. രാവിലത്തെ ഭക്ഷണം നിങ്ങളുടെ ദഹനപ്രക്രിയ മെച്ചപ്പെടുത്തുന്നു. ഇത് നിങ്ങളുടെ ദിവസത്തെ ഭക്ഷണക്രമം, ഭക്ഷണത്തിന്റെ സമയപരിധി നിലനിർത്തുന്നു. അതുവഴി നിങ്ങൾക്ക് കൃത്യമായും ആരോഗ്യകരമായും ഭക്ഷണം കഴിക്കാൻ സാധിക്കും. ഇത് നിങ്ങളുടെ ശരീരഭാരം നിയന്ത്രിക്കാൻ സഹായിക്കുന്നു. കാരണം ശരിയായ പോഷകങ്ങൾ ലഭ്യമാകുന്നതിലൂടെ ഭക്ഷണം സന്തുലിതമായി നിലനിർത്താൻ സാധിക്കും. ശരിയായതും പൂർണ്ണവുമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ നിങ്ങളുടെ മാനസിക ആരോഗ്യവും മെച്ചപ്പെടുന്നു. അതുവഴി നിങ്ങളുടെ മനസ്സ് ശാന്തവും സുസ്ഥിരവുമായിരിക്കും. രാവിലത്തെ ആദ്യ ഭക്ഷണത്തിൽ നല്ലതും സന്തുലിതവുമായ പോഷകങ്ങൾ ഉൾപ്പെടുത്തുന്നത് നിങ്ങളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കും. സുഹൃത്തുക്കളെ, രാവിലത്തെ ഈ എളുപ്പമുള്ള ശീലങ്ങൾ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾക്കും നിങ്ങളുടെ ശരീരത്തെ ആരോഗ്യകരവും രോഗരഹിതവും ഊർജ്ജസ്വലവുമാക്കാൻ സാധിക്കും. സുഹൃത്തുക്കളെ, നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു എന്ന് കമന്റ് ചെയ്ത് തീർച്ചയായും അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് നിങ്ങളുടെ കൂട്ടുകാരുമായി തീർച്ചയായും ഷെയർ ചെയ്യുക. വീഡിയോ കണ്ടതിന് നിങ്ങൾക്കെല്ലാവർക്കും ഒത്തിരി നന്ദി.